ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എങ്ങനെയാണ് 1500 കൊല്ലങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായി പറയാൻ കഴിയുക? റസൂലുള്ള പറഞ്ഞ ഏത് കാര്യമാണ് അതേപോലെ സംഭവിക്കാതിരിക്കുന്നത്? ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ ചാരേ ഇറങ്ങി വരും. ഇന്ന് ഒരഭിപ്രായ പ്രകാരം ഡമസ്കസ് നഗരത്തിലുള്ള വലിയ ജുമാ പള്ളിയുടെ കിഴക്കു ഭാഗത്ത് വെള്ളമിനാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അമവി ഭരണകാലത്ത് അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. എത്രയോ യുദ്ധങ്ങൾ, ആഭ്യന്തര യുദ്ധം. സിറിയ നമുക്കറിയാമല്ലോ. ബഷാർ അൽ അസദിന്റെ കാലത്ത് 20 കൊല്ലമായി യുദ്ധം, ഒരു മാസമേ ആയിട്ടുള്ളൂ സീസ് ഫയർ ആയിട്ട്. എല്ലാ യുദ്ധങ്ങളും, രാസായുധം പോലും സിറിയയിൽ പൊട്ടി. പക്ഷേ ഈ വലിയ ജുമാഅത്ത് പള്ളിയുടെ കിഴക്കു ഭാഗത്തുള്ള വെള്ളമിനാരം സേഫ്. ഇത് നമ്മുടെ വാദമല്ല. ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് ആ വെള്ളമിനാരത്തിന്റെ മീതയാണ് രണ്ട് മലക്കിന്റെ ചിറകിൽ കൈ ഊന്നിക്കൊണ്ട് പുണ്യ നബി പറയുന്നു, സയ്യിദുനാ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരിക. ചായം പൂശിയ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരിക. തല കുടഞ്ഞാൽ ഖതറ, വെള്ളം തെറിക്കും. പിന്നെയോ എന്നിട്ട് ഇത് വീഡിയോ കാണാൻ കഴിയും. തല കുടഞ്ഞാൽ വെള്ളം തെറിക്കും. തല ഉയർത്തിയാലോ മുത്തുമണികളെപ്പോലുള്ള ജലതുള്ളികൾ തെറിക്കുന്നതും നിങ്ങൾ കാണും. ഈസാ അലൈഹിസ്സലാം എന്നിട്ട് ബൈത്തുൽ മഖ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സായിലേക്ക് പോകും. അഖ്സായിലേക്ക് പോകുമ്പോ അവിടെ സുബ്ഹിയുടെ ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടാകും. ഇത് വീഡിയോ ആണ്, പുണ്യനബി വീഡിയോ പറയുകയാണ്. ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടാകും. ഇഖാമത്ത് കൊടുക്കുമ്പോഴുണ്ടാകും ഒരാൾക്കൂട്ടം, ഒരു ജഗപുക. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിന്റെ വരവാണ്. ആ വരവ് എങ്ങനെ അറിയാന്നറിയോ? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിന്റെ ശ്വാസത്തിന്റെ സുഗന്ധമേറ്റ് ഈസാ അലൈഹിസ്സലാമിന്റെ എതിരാളികൾ മരിച്ചു പോകും. ഫലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫസിഹി, ശ്വാസോച്ഛ്വാസത്തിന്റെ കാറ്റേൽക്കുന്ന ആളുകൾ ഇല്ലാ മാസ്, അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ സുഗന്ധമോ വരീഹു നഫസിഹി യന്തഹി ഹൈതു യന്തഹി തർഫുഹു, കണ്ണിന്റെ കാഴ്ച എവിടെയാണോ തീരുന്നത് അവിടെ വരെ സുഗന്ധമുണ്ടാകും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, സിറിയയിൽ നിന്ന് ഈസ ഇറങ്ങുമ്പോ ഇഖാമത്ത് കൊടുക്കുമ്പോ മഹ്ദി ഇമാം പറയുന്നുണ്ട്, മഹ്ലൻ, ഒരാള് വരുന്നുണ്ട്, വെയിറ്റ്. ഇഖാമത്ത് കഴിയുമ്പോഴായിരിക്കും മഹ്ദി ഇമാമിന്റെ വേണ്ടി സുബഹിയുടെ ഇഖാമത്ത് കഴിയുമ്പോഴായിരിക്കും ഈസാ അലൈഹിസ്സലാം പള്ളിയിൽ കയറി വരുന്നത്. അപ്പോ മഹ്ദി ഇമാം ഈസാ അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചിട്ട് കുറച്ച് ബേക്കോട്ടേക്ക് വരും. അപ്പൊ ഈസാ അലൈഹിസ്സലാം പറയും, ലക ഉഖീമത്തുസ് സ്വലാ, മഹ്ദി ഇത് നിങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് മുഴക്കിയ സുബഹിയാണ്, നിങ്ങൾ തന്നെ നിൽക്കൂ. ആ ഹദീസിന്റെ തീർച്ച ഇങ്ങനെയാണ്, മിന്നല്ലദീ യുസല്ലി ഖൽഫഹു ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയം മഅ്മൂമായി നിൽക്കുന്ന ഇമാം എന്റെ ഉമ്മത്തിൽപ്പെട്ട, നമ്മിൽപ്പെട്ടയാളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാലം ഏകദേശം അതിനോടടുത്ത് നിൽക്കുന്നു. 1500 കൊല്ലം മുമ്പ് തുടങ്ങി ചരിത്രത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ ഒഴുകി നാം അനുഭവിക്കുന്ന ഈ കാലത്ത് എത്തി നിൽക്കുമ്പോഴും അതിനെയൊന്നും നിഷേധിക്കത്തക്ക നിലയിൽ വെളിവായി വരുന്ന മറ്റൊന്നും ഭൂമിയുടെയോ മനുഷ്യരുടെയോ പ്രകൃതിയുടെയോ ഒന്നിന്റെയും മണ്ഡലങ്ങളിൽ കാണുക സാധ്യമല്ല. ആ സാദിഖുൽ വഅദുൽ അമീനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഖദ് ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ അല്ലാഹുമ്മ ജഅൽ ജമ്മന ഹാദാ ജമ്മൻ മർഹൂമൻ മഖബൂലൻ മർളിയ മുസ്തജാബ ദഅവാതി വമഖദിയൽ ഹാജാത് വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ ലാ തജ്അൽ ഫീനാ വലാ മാനാ വലാ മിന്നാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.